നമസ്കാരം. ചെറിയ കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ഗുണം ചെയ്യും. ഇത്തവണ വീഴ്ചകളെ കുറിച്ചാണ്. കേരളത്തിൽ കാലവർഷം തുടരുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി ന്യൂനമർദ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സൂര്യനെ കാണാത്ത പകലുകളെ തുടർന്ന് വഴുതി വീണുള്ള അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴുതി വീണുള്ള അപകടങ്ങൾ എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായി കരുതേണ്ട. 2005 കണക്കനുസരിച്ച് ഇന്ത്യയിൽ 1,60,000-ഓളം പേർ വീഴ്ചകളെ തുടർന്ന് മരണമടഞ്ഞിട്ടുണ്ട്. അതായത് 1 ലക്ഷം പേരിൽ 14 പേർ വീഴ്ചകളെ തുടർന്ന് ഇന്ത്യയിൽ മരണപ്പെടുന്നു. മഴക്കാലത്ത് തെന്നി വീണുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ബ്ലൂ ഗ്രീൻ ആൽഗകൾ എന്ന് പറയുന്ന ഒരുതരം സസ്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വഴുതി വീഴുന്നതിന്, തെന്നി വീഴുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഗ്രിപ്പ് ഭാഗം തേഞ്ഞു പോയ ചെരുപ്പുകൾ വേനൽക്കാലം മുഴുവൻ ഉപയോഗിച്ചതിന് ശേഷവും അത് മഴക്കാലത്ത് ഉപയോഗിക്കുന്നത് മൂലമാണ്. ഒരു 100-300 രൂപ മുടക്കുന്നതിന് മടി കാണിച്ചാൽ ആശുപത്രി ചെലവ് 3 ലക്ഷം രൂപ വരെ എത്തും. ബാത്റൂമുകളിൽ തെന്നി വീണുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം പലപ്പോഴും ഈ ഫംഗസ് അല്ല, അല്ലെങ്കിൽ പായലുകളല്ല. തൊട്ട് മുമ്പ് ബാത്റൂം ഉപയോഗിച്ചു പോയ ആൾ സോപ്പ് വെള്ളം ഉപയോഗിച്ചതിന് ശേഷം അത് വെള്ളമൊഴിച്ച് നന്നായി കഴുകാതെ പോകുന്നതുകൊണ്ടാണ് പിന്നീട് വരുന്നവർ വഴിക്ക് വീഴുന്നത്. ഇതിന് കാലാവസ്ഥാ ഭേദമൊന്നുമില്ല. എന്നാൽ അതേസമയം കുളിമുറിയിൽ നിന്നും ഇറങ്ങിയിട്ടും വീടിൽ ടൈലുള്ള ഭാഗത്തും മറ്റും തെന്നി വീഴുന്നതിൻ്റെ ഒരു കാരണം കാലിൻ്റെ ഉപ്പുറ്റി ഭാഗം നടക്കുമ്പോൾ അമർത്തി നടക്കുന്ന ഒരു ശീലമുള്ളവരിലാണ്. കാൽ പതിച്ച് നടന്നാൽ ഇത്തരം വീഴ്ചകൾ പരമാവധി ഒഴിവാക്കാം. ഇനി വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. ചെറിയ വീഴ്ചകളാണെങ്കിൽ അവിടെ നീര് വരുന്നുണ്ടെങ്കിൽ എല്ലിന് പൊട്ടലുണ്ടായിട്ടുണ്ട് എന്നാണ് അർത്ഥം. എല്ലിന് പൊട്ടലുണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നീര് വരും. പക്ഷേ നീര് വന്നില്ല എന്ന് കരുതി അവഗണിക്കരുത്. വീഴ്ചയിൽ നീരുണ്ടെങ്കിൽ ഉടൻ തന്നെ, വേദനയുണ്ടെങ്കിലും വൈദ്യസഹായം നേടുന്നതാണ് നല്ലത്. ഒരു ഡോക്ടറെ കണ്ട് ഉടൻ തന്നെ ആൻറ്റി ഇൻഫ്ലാമേറ്ററി മരുന്നുകൾ കഴിച്ചു തുടങ്ങിയാൽ 2 ആഴ്ച നീളുന്ന വേദനയും നീരും 2-3 ദിവസങ്ങൾ കൊണ്ട് മാറിപ്പോകും. വീഴ്ചയുണ്ടായാൽ എത്രയും പെട്ടെന്ന് ഇത്തരം മരുന്നുകൾ കഴിച്ചു തുടങ്ങിയാൽ അത്രയും പെട്ടെന്ന് ചികിത്സാ കാലാവധി കുറയ്ക്കാൻ കഴിയും. വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അത് തലയുടെ പിറകുവശം അടിച്ചാണ് വീഴുന്നതുണ്ടെങ്കിൽ അത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഒരു വീഴ്ചയുണ്ടായാൽ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഛർദി വരികയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യ സഹായം തേടേണ്ടതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, വീണ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അലോപ്പതി ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കണമെന്നല്ല. പ്രാഥമികമായി പരിശോധിച്ച് വലിയ പൊട്ടലുകളോ പരിക്കുകളോ ഇല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗത തൈലങ്ങളോ എണ്ണകളോ ഉപയോഗിക്കാം. എന്നാൽ വീഴ്ചകളെ തുടർന്നുള്ള ഒഴിച്ചിലിന് വേണ്ടി പോകുമ്പോൾ ഇക്കാര്യത്തിൽ നല്ല പ്രായോഗിക പരിചയമുള്ള ഒരാൾ തന്നെയാണ് അത്തരം ചികിത്സ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്.